ഹലോ, ഞാനിന്നൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ മധുരം ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ മധുരം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയുടെ ചുവന്ന അവിലാണ് കേട്ടോ. അപ്പം വെള്ള അവിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മൾ അവിൽ പിന്നെ പഴവും ശർക്കരയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്, വേറെ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാറില്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നല്ലൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതിലോട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നും കരിഞ്ഞു പോകരുത്, അതുപോലെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാൽ പിന്നെ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 3/4 കപ്പ് തേങ്ങയാണ്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് 1 കപ്പോ 1.5 കപ്പോ ഒക്കെ എടുക്കാം. അപ്പോൾ ആ തേങ്ങയുടെ അളവ് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കാരണം ഇതിൻ്റെ പിന്നെ തേങ്ങയുടെ ജലാംശമൊക്കെ പോകണം, എന്നാൽ കരിഞ്ഞും പോകരുത്. അങ്ങനെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ അവിൽ റെഡിയായിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. ഒന്നിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതൊന്ന് മുറിഞ്ഞു പോകണം, ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അവിലും തേങ്ങയുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതെല്ലാം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് പൊടിച്ചെടുക്കുന്നത് പൾസായിട്ട് വേണം, കാരണം ഇത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഒന്ന് തരിതരിപ്പായിട്ട് ഇരിക്കുകയും വേണം, എന്നാലും നന്നായിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അങ്ങ് മാവ് പോലെ അങ്ങ് പൊടിച്ച് കളയരുത്. ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഒരു കപ്പോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഇത് അരിച്ചെടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെയുള്ള ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അരിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാന് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവിലിൻ്റെ കൂട്ടില്ലേ, അതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും ഞാൻ അതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ചെറിയ ഫ്ലെയിമിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ. എല്ലാ വശത്തുള്ള നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. ഞാനൊരു കുറച്ച് കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്ത് അതിലോട്ട് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു, ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവരുത് കേട്ടോ. കണ്ടോ, നല്ലൊരു ടേസ്റ്റ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് വീണ്ടും നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരുപാടങ്ങ് തണുക്കണ്ട, അത് ആ ഒരു ചൂടിൽ തന്നെ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ലഡുവിൻ്റെയൊക്കെ ഷേപ്പില്ലേ, അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ചെറിയ ചൂടുണ്ട്, എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഞാൻ എടുക്കണുണ്ട്. ഉരുളയുടെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ, വലുത് വേണോ ചെറുത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാമേ. ഇതെല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഉരുള നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാമേ. ഞാനിത് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു, നമുക്കത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ നിങ്ങൾക്ക്. അപ്പം അതെ നമ്മുടെ ലഡുവിനൊക്കെ പോലത്തെ അല്ലേ, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ. നല്ല ടേസ്റ്റാണ്. ഈ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു രുചിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമല്ല എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.